ഇവിടുന്ന് ആഞ്ജനേയനും കൂട്ടരും ഈ സമുദ്രത്തിൻ്റെ കരയിൽ ചെന്നു. ഇനി അങ്ങോട്ട് ചാടണം. അപ്പോൾ ഓരോരുത്തരുടെ ജാമ്പവാന കൂട്ടത്തിൽ മൂപ്പിലാൻ ഏറ്റവും വലിയ ആൾ മുതുമുത്തശ്ശൻ കുരങ്ങന്മാരോടൊക്കെ ചോദിച്ചു ചാടാമോ വെച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടൽ കണ്ടിട്ട് പേടിയായി. പറ്റിയാണെങ്കിൽ രാമേശ്വരത്ത് പോകണം, ഹനുമാൻ സ്വാമി ചാടി സ്ഥലം പോയി കാണണം കേട്ടോ, നമുക്ക് പരിപാടിയിട്ട് പോവാം. അപ്പോൾ അവിടെ നോക്കിയിട്ട് ചാടാമോ എന്ന് ചോദിച്ചപ്പോൾ 100 യോജനയുണ്ട് ദൂരം. 100 യോജന എന്ന് പറഞ്ഞാൽ ഒരു യോജന 12.5 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മുടെ ആ കണക്ക് പറഞ്ഞാൽ 1200 കിലോമീറ്റർ എന്ന് പറയാം. സമുദ്രത്തിൽ കൂടെ കിലോമീറ്റർ അല്ല പറയണത്, ഞാൻ പെട്ടെന്ന് ദൂരം ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഒരു യോജന 12 കിലോമീറ്റർ, 100 യോജന 100 ഗുണം 12 അല്ലെങ്കിൽ 12.5 അപ്പുറം പോകണം. എല്ലാവരും പേടിച്ചു നിന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വാനിൻ്റെ ഓടിച്ചു, നിനക്ക് ചാടാമോ? ചാടാം. എത്ര ചാടാം? 50 യോജന ചാടാം. അപ്പോൾ എവിടെ വീഴും? വെള്ളത്തിൽ വീഴും. പിന്നെ എന്താടാ കാര്യം? മാറി അടുത്ത ആൾ വിളിച്ചു, നിനക്ക് ചാടാമോ? ചാടാം. എത്ര ചാടാം? 80 ചാടാം. അപ്പോൾ എവിടെ വീഴും? വെള്ളത്തിൽ വീഴും. അടുത്ത ആൾ വിളിച്ചു, എത്ര ചാടാം? 99 ചാടാം. അപ്പോഴും എവിടെ വീഴുക? വെള്ളത്തിലാണ് വീഴുക. അപ്പോൾ അംഗദ നിൽപ്പുണ്ട്, ബാലിയുടെ പുത്രൻ, ധീരൻ, ശൂരൻ, പരാക്രമി. അംഗദ, നിനക്ക് ചാടാമോ? ഞാൻ ചാടാം. പിന്നെ നിനക്ക് എത്ര ചാടും? 100 ചാടാം. പിന്നെ എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? തിരിച്ചിങ്ങോട്ട് ചാട്ടം പറ്റുന്നു തോന്നണില്ല. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആഞ്ജനേയൻ അങ്ങോട്ട് തിരിഞ്ഞിക്കുക, തട്ടി വിളിച്ചു, ആഞ്ജനേയ നിനക്ക് ചാടാമോ? എനിക്കിത് കണ്ടിട്ട് പേടിയാവണേന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജാമ്പവാൻ പറഞ്ഞു, ആഞ്ജനേയ നീ അഞ്ജനയുടെ പുത്രനാണ്, വായുവിൻ്റെ പുത്രനാണ്, കേസരിയുടെ സന്താനമാണ്. നന്നേ ചെറുപ്പത്തിൽ സൂര്യനെ കണ്ട പഴമാണെന്ന് ധരിച്ച് 500 യോജന ചാടിയവനാണ് നീ. ആ കരുത്തിനാണ് ഈ 100 യോജന പറ്റില്ല എന്ന് പറയണേ. നിന്നെ കൊണ്ട് സാധിക്കും. നിന്റെ കയ്യിലല്ലേ രാമൻ ആ മുദ്രമോതിരം തന്നത്, രാമന് പോലും പറയാൻ നിനക്ക് കഴിയുന്നു. അപ്പോഴാണ് ആഞ്ജനേയൻ, എനിക്ക് പറ്റുമല്ലേ? നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. ആ ശക്തി അങ്ങോട്ട് സംഭരിച്ചു. നമ്മൾക്ക് ഓരോരുത്തരും അതാണ്, നമുക്ക് പറ്റും. അതിൽ വേണ്ട പറയും, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പറ്റിപ്പിക്കൽ. നമ്മളെ തന്നെ പറ്റിക്കണതിൻ്റെ പേരാണത്. നമുക്ക് പറ്റും. കാരണം വിവേകാനന്ദ സ്വാമിക്ക് 2 കൈയും 2 കാലും ഒക്കെ ഉണ്ടായിരുന്നു, 2 കണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കും അതൊക്കെ തന്നെയുണ്ട്. പക്ഷേ വിവേകാനന്ദ സ്വാമിയെ പോലുള്ളവർക്കൊക്കെ എന്താ, ഒരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കാനുള്ള ആ ഇച്ഛാശക്തി, നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. നമുക്കത് സിനിമ കാണുന്നതിലുള്ളേ അതേ ബുദ്ധി ഇതിലേക്ക് എടുത്തു വെച്ചേ, പഠിത്തത്തിൽ എടുത്തു വെച്ചേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ എടുത്തു വെച്ചേ, നമുക്ക് സാധിക്കും. ആഞ്ജനേയൻ നടന്നു, മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലെത്തി. എന്നിട്ട് ആ വാൽമീകി മഹർഷി പറയണത് കേൾക്കണ, എൻ്റെ മക്കളെ ആ വലുതുകാലം അങ്ങോട്ട് മുന്നോട്ടെടുത്ത് വെച്ചു, ഒരമർത്തം അങ്ങോട്ട് അമർത്തി. നല്ല ഇന്നത്തെ നിങ്ങളുടെ ഭാഷ പറയണേ അനക്കൊണ്ട പോലെ ആ വാലിരിക്കണം, അതുപോലെ വലിപ്പമുള്ള ആ പെരുമ്പാലെടുത്ത് കറക്കി പാറപ്പുറത്തൊരടി അടിച്ചിട്ട് പാറ ചിന്നിച്ചെതറി. അങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. സമീപത്തുള്ള മരങ്ങളെല്ലാം ഈ കാറ്റേറ്റ് പറഞ്ഞു വീണു. കാലമർത്തി ഗുഹയ്ക്കകത്ത് ഈ പാറക്കെട്ടുകൾ അമർന്നിരുന്ന് അതിൻ്റെ അകത്തിരുന്ന കടുവയും ആനയും പ്രാണം പടയണ പോലെ കരയാൻ തുടങ്ങി. എന്നിട്ട് അടുത്ത രംഗതാണ്, 2 കൈയും നിവൃത്തി അങ്ങ് പിടിച്ചു. സൂപ്പർമാനെ കണ്ടിട്ടില്ലേ? ഇത് കണ്ടിട്ടാണ് സൂപ്പർമാൻ്റെ പടം ഉണ്ടാക്കിയത്. അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് പിടിച്ചു. അതിനിടയ്ക്ക് എഴുത്തച്ഛ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതയോ? ഹൃദയത്തിൽ രാമനെ ഉറപ്പിച്ചു, കണ്ണ് ലങ്കയിലും ഉറപ്പിച്ചു. ഈ 2 വേണം. നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ കണ്ണുറയ്ക്കണം, ഉള്ളിൽ ഈശ്വരൻ്റെ ശക്തിയിൽ ഉറപ്പിക്കണം. ഇതുകൊണ്ട് എവിടെ ചാടിയാലും ഏത് പ്രവർത്തനത്തിൽ ചെന്നാലും ആ വിജയം അവൻ്റെ കൂടെ ദാസിയായിട്ട് വരും.